ടാലന്റ് കോച്ചിങ് സെന്ററിലേക്ക് എല്ലാ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഈ കോവിഡ് മഹാമാരി മൂലം അടച്ചുപൂട്ടലിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ടാലന്റിന്റെ നെടുമങ്ങാട്, ആനാട്, പാലോട്, കന്യാകുളങ്ങര, ഉഴമലക്കൽ ബ്രാഞ്ചിലെ എല്ലാ വിദ്യാർത്ഥികളെയും ടാലന്റ് കോച്ചിങ് സെന്റർ, സെന്റർ ഫോർ ഫുൾ എ പ്ലസ് ആൻഡ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോച്ചിങ് സെന്റർ എന്ന പേരിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ടിനെ കാത്ത് നിൽക്കുകയാണ് നിങ്ങൾ എല്ലാവരും. റിസൾട്ട് വന്ന ഉടൻ തന്നെ നിങ്ങൾ +1 അഡ്മിഷന് ജോയിൻ ചെയ്യും. സ്കൂളിൽ കോവിഡ് കാരണം കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. നിങ്ങൾ 10 വിഷയത്തിനും 10A+ കിട്ടട്ടെ എന്ന് എല്ലാവർക്കും എൻ്റെ പേരിൽ, സ്ഥാപനത്തിന്റെ പേരിലും ആശംസിക്കുന്നു. ഫുൾ A+, 10A+ കിട്ടട്ടെ. എന്നാൽ നിങ്ങൾ +1ലേക്ക് കാല് വയ്ക്കുമ്പോൾ, +1 സയൻസ് കമ്പ്യൂട്ടർ സയൻസിലേക്ക് കാല് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ടത് വെറും 6 വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ 10 വിഷയമാണെങ്കിൽ +1ന് 6 വിഷയങ്ങളാണ് ഉള്ളത്. അത് പേപ്പർ 1 ഇംഗ്ലീഷ് ജനറൽ പേപ്പർ, 2 സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി, മലയാളം, അറബി, സംസ്കൃതം, ഫ്രഞ്ച് ഏത് വേണം നിങ്ങൾക്ക് സ്കൂളിനെ അടിസ്ഥാനമാക്കി എടുക്കാൻ കഴിയും. ഇതുകൂടാതെ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷണലായി 4 വിഷയങ്ങളുണ്ട്. ആ 4 വിഷയങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നിവയാണ്. കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കും. അപ്പോൾ 6 വിഷയങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എല്ലാ വിദ്യാർത്ഥികൾക്കും, ടാലന്റിന്റെ +1 സയൻസിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും 6 വിഷയങ്ങൾക്കും 6A+ കിട്ടട്ടെ എന്ന് സ്ഥാപനം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആശംസിക്കുന്നു. അതുകൂടാതെ തന്നെ 6A+ന് ഉപരി നിങ്ങൾക്ക് ഫുൾ സ്കോർ കിട്ടട്ടെ എന്നും ആശംസിക്കുന്നു. അതുപോലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് വഴി നിങ്ങൾക്ക് MBBSഉം BDSഉം അഗ്രികൾച്ചർ, ആയുർവേദ, ഫിഷറീസ്, ഹോമിയോ, കൂടാതെ ഫാർമസി, എഞ്ചിനീയറിംഗ്, IITJ വഴി മറ്റു കോഴ്സുകൾക്കും നിങ്ങൾക്ക് കിട്ടട്ടെ എന്നും ടാലന്റ് ആശംസിക്കുന്നു. നിങ്ങൾക്ക് പ്രധാനമായി ഞാൻ പറഞ്ഞു 6 വിഷയങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. അതിൽ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള വിഷയമാണ് ഇംഗ്ലീഷ്. അത് സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആകട്ടെ, കോമേഴ്സ് ആകട്ടെ, എല്ലാ വിദ്യാർത്ഥികളും പഠിക്കേണ്ട ഒരു വിഷയമാണ് പേപ്പർ 1 എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ജനറൽ പേപ്പർ. അത് 100 സ്കോറിനാണ് നിങ്ങൾക്ക് മാർക്ക്. അതിൽ 80 മാർക്ക് അല്ലെങ്കിൽ 80 സ്കോർ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതേണ്ട തിയറി എക്സാമിൻ്റെതും 20 മാർക്ക് നിരന്തര മൂല്യനിർണ്ണയം അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷൻ വഴി സ്കൂളിൽ നിന്ന് കിട്ടുന്ന മാർക്കുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ +1ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് 100 സ്കോറിനാണെന്നുള്ള കാര്യം ഓർക്കുക. 80 മാർക്കിനാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നാണ് കിട്ടേണ്ടത്. ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. സമഗ്രയുടെ സൈറ്റോ നമ്മൾ ചില സൈറ്റുകൾ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ കുട്ടികളിൽ നിന്നും നിങ്ങളുടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് കളക്ട് ചെയ്യുകയോ വേണം. രണ്ടാമത്തെ പേപ്പർ, അപ്പോൾ ആദ്യത്തെ 6 പേപ്പർ 1 ഇംഗ്ലീഷ്, രണ്ടാമത്തെ പേപ്പർ സെക്കൻഡ് ലാംഗ്വേജ്. അത് ഹിന്ദി, മലയാളം, അറബി, സംസ്കൃതം, ചില സ്കൂളുകളിലെ ഫ്രഞ്ചും അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ എന്തോ ആയിക്കോട്ടെ, ചിലവരുടെ റഷ്യൻ ഉണ്ട്. അപ്പൊ ഏതോ ആയിക്കോട്ടെ, ഇതിന്റെ ടെക്സ്റ്റും സ്കൂളിൽ നിന്നാണ് കിട്ടേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സമഗ്ര വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിക്കുകയോ ചെയ്യാം. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തിരിച്ചു കൊടുത്താൽ മതി. വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ. ഇനി ഈ നിങ്ങളുടെ രണ്ടാമത്തെ പേപ്പർ ജനറൽ പേപ്പറായ സെക്കൻഡ് ലാംഗ്വേജ്, 2ാം വിഷയം സെക്കൻഡ് ലാംഗ്വേജ് അഥവാ ഹിന്ദി, മലയാളം 100 മാർക്ക് അഥവാ 100 സ്കോറിനാണ് ഉള്ളത്. ആ 100 സ്കോറിൽ 80 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ എഴുതേണ്ടതും തിയറി എക്സാമിൻ്റെതും 20 നിരന്തര മൂല്യനിർണ്ണയം അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ മാർക്ക് ആയിരിക്കും. ഇനി സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എഴുതുന്ന വിദ്യാർത്ഥികളായതിനാൽ എല്ലാവർക്കും ഇനി വരുന്ന 4 വിഷയങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി.
ഇതിൽ ഫിസിക്സ് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിക്ക് ലാബുകൾ ഉള്ളതാണ്. എന്നാൽ പ്ലസ് വണ്ണിലെ ലാബുകൾ ഒന്നും ചെയ്യേണ്ട. സെക്കൻഡ് ഇയർ ആണ് പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും ലാബുകൾ ഒരുമിച്ച് ചെയ്യണം. ആദ്യ വർഷത്തിന്റെ രണ്ടാമത്തെ പ്ലസ് ടുവിന്റെ ലാബുകൾ ഒരുമിച്ചാണ് പരീക്ഷ നടക്കുന്നത്. പ്ലസ് വണ്ണിലെ ലാബിന്റെ പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. സ്കൂളിൽ ലാബ് നടത്തി നമ്മൾ റെക്കോർഡൊക്കെ എങ്കിലും പരീക്ഷ നടത്താറില്ല. പ്ലസ് വണ്ണിന്റെയും പ്ലസ് ടുവിന്റെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ലാബുകൾ, ഇപ്പൊ മാത്സ് ലാബ് ഉണ്ട്. മാത്സ് ലാബ് ഉൾപ്പെടെ ഈ വർഷം വരെ മാത്സ് ലാബ് ഉണ്ട്. മാത്സ് ലാബ് ഉൾപ്പെടെ സെക്കൻഡ് ഇയർ ആയിരിക്കും നടക്കുന്നത് എന്ന് ഓർത്തുകൊള്ളുക. അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് ഇയർ അഥവാ പ്ലസ് വണ്ണിന് നിങ്ങൾക്ക് പഠിക്കേണ്ട ഫിസിക്സില് അല്ലെങ്കിൽ കെമിസ്ട്രി ആകട്ടെ, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് തിയറി എക്സാം മൊത്തം 80 സ്കോറിനാണ് ഉള്ളത്. നിങ്ങൾക്ക് ഈ 4 വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് എത്ര സ്കോറിനാണ്? 80 സ്കോറിനാണ് പരീക്ഷ എഴുതേണ്ടത്. അതിൽ 60 സ്കോർ എന്ന് പറയുന്നത് തിയറി എക്സാമിന്റേതാണ്. തിയറി മീൻസ് ഏതാണ് നിങ്ങൾ എഴുതേണ്ടതാണ്. 20 എന്ന് പറയുന്നത് നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെയാണ് നിങ്ങൾക്ക് ടോട്ടൽ 540 അല്ലെങ്കിൽ 520 ടോട്ടൽ സ്കോർ നിങ്ങൾക്ക് ഉള്ളത് ഫസ്റ്റ് ഇയർ. സെക്കൻഡ് ഇയർ കൂടെ പ്രാക്ടിക്കൽ ഉൾപ്പെടെ വരുമ്പോ നിങ്ങൾക്ക് അത് 1200 സ്കോറിനാണ് ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. 1200-ന് പ്ലസ് വണ്ണിന്റെ 520 അല്ലെങ്കിൽ 540 മാർക്കും സെക്കൻഡ് ഇയറിന്റെ ബാലൻസ് മാർക്കും ചേർത്ത് 1200 പ്ലസ് ടുവിന്റെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ സ്കോറിന് 1200 വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഫുൾ സ്കോർ നേടാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പഠിക്കുക എല്ലാ വിദ്യാർത്ഥികൾക്കും ഫുൾ സ്കോർ നേടാവുന്നതാണ്. ഇതുകൂടാതെ നമ്മുടെ സ്കൂളിലെ NSS, അതുപോലെ തന്നെ നമ്മുടെ SPC, അതുപോലെ തന്നെ സ്കൗട്ട് ഗൈഡ് തുടങ്ങിയവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 60 മാർക്ക് ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ 40 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഫുൾ സ്കോറിലേക്ക് ആഡ് ചെയ്യപ്പെടും. ഇതുകൂടാതെ നമ്മുടെ ഏതൊക്കെയാണ് ചില സ്പോർട്സും ചില ഗെയിംസുകളും അതുപോലെ തന്നെ നമ്മളെ ഈ ആർട്സ് ആയിട്ടുള്ള ചില ഇത് ഫെസ്റ്റിവലിലൊക്കെ നിങ്ങൾ സ്റ്റേറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും യു ഗെറ്റ് ഫുൾ സ്കോർ മാർക്ക്. അഥവാ നിങ്ങൾക്ക് 60 മാർക്ക് അല്ലെങ്കിൽ 100 മാർക്ക് ഇതിനോടൊപ്പം ടോട്ടൽ മാർക്കിനോട് ആഡ് ചെയ്യപ്പെടും. അത് 1200 വാക്കാൻ സഹായിക്കും. എന്നാൽ പ്ലസ് വണ്ണിന് പകുതി സ്കോറാണുള്ള ലാബ് ഇല്ലാത്തതിന്. ഇനി നാം പറയുന്നത് കെമിസ്ട്രി ആകട്ടെ, മാത്സ് ആകട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് ഈ 3 വിഷയങ്ങൾക്കും 60 സ്കോർ. ബയോളജിക്കും 60 സ്കോറാണ്. കമ്പ്യൂട്ടർ സയൻസിന് 60 സ്കോർ സിയും 20 കണ്ടിന്യൂസ്. അങ്ങനെ 80 സ്കോറിനാണ് പ്ലസ് വണ്ണിന്റെ എക്സാം എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് മറക്കരുത്. പ്ലസ് വണ്ണിന് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് 80 സ്കോറിനാണ് നിങ്ങൾ എഴുതേണ്ടത്. 60ന്റെ മാർക്ക് 60 സ്കോറിനാണ് നിങ്ങൾ എഴുതേണ്ടത്. മറന്നു പോകരുത്. എന്നാൽ ബയോളജി വരുമ്പോൾ ബയോളജിയെ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും, ബോട്ടണിയും സുവോളജിയും. അതിൽ ബോട്ടണി എന്ന് പറയുന്നത് 30 സ്കോറും സുവോളജി 30, അങ്ങനെ 60 സ്കോറാണ്. ടോട്ടൽ 60 ആണ്. എന്നാൽ ബോട്ടണി 30 എഴുതണം, സുവോളജി 30 സ്കോറിനുമായിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ ഈ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ടെക്സ്റ്റുകൾ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ മുൻ വിദ്യാർത്ഥികളിൽ നിന്നെങ്കിൽ നമ്മുടെ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങണം. അത് NCERT നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചു വാങ്ങണം. മറന്നു പോകരുത്. ഗൈഡുകളോ മറ്റൊന്നും വാങ്ങരുത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസിന്റെ ടെക്സ്റ്റുകൾ നിങ്ങൾ സ്കൂളിൽ നിന്നല്ല, സ്കൂളിൽ നിന്ന് കിട്ടാൻ ശ്രദ്ധിക്കേണ്ട, സ്കൂളിൽ നിന്നല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളുകളിൽ പോയി NCERTയുടെ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് പ്ലസ് വണ്ണിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്ന് ചോദിച്ചു വാങ്ങേണ്ടതാണ്. മറക്കരുത്. ഏത് ടെക്സ്റ്റാണ്? NCERT ടെക്സ്റ്റ് ബുക്ക് ആണെന്ന് പ്രത്യേകിച്ച് മറക്കരുത്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ഈ സയൻസ് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും എൻട്രൻസ് എഴുതാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണ്. അപ്പൊ എൻട്രൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എൻട്രൻസ് എന്ന് പറയുന്നത് പ്ലസ് 2 കഴിഞ്ഞ ശേഷം മാത്രമേ എഴുതാൻ കഴിയൂ. പ്ലസ് 2 പരീക്ഷ ഇപ്പൊ നിങ്ങൾ 2021 ജോയിൻ ചെയ്താൽ 22 23 24 മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ 2 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയൂ. മനസ്സിലായോ? ഈ പ്ലസ് 2 പരീക്ഷ കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾക്ക് എൻട്രൻസിന്റെ അപേക്ഷ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു എൻട്രൻസിന്റെ അപേക്ഷ എന്ന് പറയുന്നത് വിളിക്കുന്നത് എപ്പോഴും ഞാൻ വീണ്ടും പറയുന്നത് പ്ലസ് 2 പരീക്ഷ കഴിഞ്ഞ ശേഷം മാത്രമാണ് എൻട്രൻസിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. പ്ലസ് 1നും പ്ലസ് 2വിന്റെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് എൻട്രൻസ് ക്വസ്റ്റ്യൻ വരുന്നത്. എൻട്രൻസിന് എഴുതണമെങ്കിൽ
സയൻസ് വിഷയങ്ങളിൽ മിനിമം 55% മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. ഓരോ വിഷയത്തിനും മിനിമം 55%. കേരള എഞ്ചിനീയറിംഗ് മിനിമം 50% മാർക്ക് നിങ്ങൾ നേടിയിരിക്കണമെന്നുണ്ട്, മറക്കരുത്. അപ്പോ വെറുതെ മാർക്ക് കുറഞ്ഞൊരു വിദ്യാർത്ഥിക്ക് എൻട്രൻസ് എഴുതാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാകില്ല. നിങ്ങൾക്ക് റിസൾട്ട് വരുന്നവേ പരീക്ഷ എഴുതാമെങ്കിലും റിസൾട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ എൻട്രൻസിന്റെ റിസൾട്ട് സാധൂകരിക്കുകയുള്ളൂ. അതുകൊണ്ട് മിനിമം മാർക്ക് സബ്ജക്റ്റിനുണ്ട്. ഇനി എൻട്രൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഉണ്ട്. മെഡിക്കൽ എന്ന് പറയുന്നത് നമ്മൾ ദേശീയ തലത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ് മെഡിക്കൽ എൻട്രൻസ് എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേര് നീറ്റ് എന്നാണ്, നാഷണൽ എൻട്രൻസ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികളും എഴുതുന്ന പരീക്ഷയാണ്. നീറ്റിനകത്ത് നമുക്ക് മെഡിസിന്റെ ബ്രാഞ്ചുകളായ MBBS, ആയുർവേദ, ഹോമിയോ, അഗ്രികൾച്ചർ, ഫിഷറീസ് തുടങ്ങിയ എല്ലാ ആരോഗ്യ മേഖലകളുമായി ബന്ധപ്പെട്ട, അതുപോലെ സിൽവികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, അതുപോലെ തന്നെ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു മേഖലയിലുള്ള അഡ്മിഷൻ വേണമെന്നുള്ളവർക്കുള്ള ഒരു ടെസ്റ്റാണ് നീറ്റ്. നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പരീക്ഷയാണ്. അതിനകത്ത് 180 മാർക്കിനാണ് എഴുതേണ്ടത്. അതിൽ 90 മാർക്ക് എന്ന് പറയുന്നത് 90 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 180 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 90 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബയോളജിയിൽ നിന്നും, 45 സ്കോർ +1 +2 ഫിസിക്സിൽ നിന്നും, 45 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് +1 +2 അതാണ് കെമിസ്ട്രി എന്നും ആയിരിക്കും. അപ്പോ നീറ്റിന് 180 ക്വസ്റ്റ്യൻ, 90 എണ്ണം ബയോളജിയിൽ നിന്നും, +1 +2 ആയിരിക്കും. അതുപോലെ തന്നെ 45 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ നിന്നായിരിക്കും, +1 +2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുപോലെ തന്നെ 45 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി, 180 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ 750 ഒരു ക്വസ്റ്റ്യന് 4 മാർക്കും, ഒരു തെറ്റ് എഴുതിയാൽ -1 നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. നീറ്റ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരള മെഡിസിനും അതുപോലെ തന്നെ കേരള മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അഡ്മിഷൻ എടുക്കാം, MBBS-ഓ BDS-ഓ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന കാര്യമാണ്. +1 പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അഡ്മിഷൻ ആകുമ്പോൾ തന്നെ നമുക്ക് ടാലന്റിൽ അഡ്മിഷൻ അടുത്ത വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കൂടെ കിട്ടും, എൻട്രൻസിന്റെ വർക്ക് ബുക്ക് കിട്ടും. അതും കൂടെ നിങ്ങൾ പഠിച്ചു പോവുകയാണ് വേണ്ടത്, മറന്നു പോകരുത്. +1 തന്നെ എൻട്രൻസിന്റെ ക്ലാസ്സുകളും ടാലന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ +1 ക്ലാസ്സുകൾ കിട്ടുന്നതോടൊപ്പം എൻട്രൻസ് കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായി കിട്ടും. +2ന്റെ ഇതും അതുപോലെ കടന്നുപോയ ശേഷം +2 പരീക്ഷ നടന്ന് 2 മാസം സമയം കിട്ടും. അങ്ങനെ ക്രാഷ് കോഴ്സ് രൂപത്തിൽ നിങ്ങൾക്ക് എൻട്രൻസ് ടാലന്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇനി എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കേരള എഞ്ചിനീയറിംഗ് ആണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെങ്കിലോ, ഫാർമസി കോളേജിലേക്ക് അഡ്മിഷൻ നേടണമെങ്കിലോ, അതിന് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പരീക്ഷയാണ് കീം. ഇപ്പൊ വിളിച്ചിട്ടുണ്ട് 20-ആം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ് 21. കീം എന്താണ്? കീം എന്ന് പറഞ്ഞാൽ കേരള എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം എന്നാണ് കീമിന്റെ ഫുൾ ഫോം. ഈ കീമിന്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് 2 പേപ്പർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മറ്റു എഞ്ചിനീയറിംഗ്, അതുപോലെ ഫാർമസി എന്നിവ എഴുതുന്ന വിദ്യാർത്ഥികൾ എഴുതേണ്ടതാണ്. ഇതിനകത്ത് 2 പേപ്പറാണുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി എന്നൊരു പേപ്പർ, 72 മാർക്ക് ഫിസിക്സും 72 ക്വസ്റ്റ്യൻ കെമിസ്ട്രി, ബാക്കി 28 ക്വസ്റ്റ്യൻ 42 ക്വസ്റ്റ്യൻ ഏതാണ് കെമിസ്ട്രി എന്നായിരിക്കും. ഫിസിക്സിൽ നിന്ന് 72, കെമിസ്ട്രിയിൽ നിന്ന് 48, അങ്ങനെ 120 ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സ് കെമിസ്ട്രി എന്ന പേപ്പർ 1. രണ്ടാമത്തെ പേപ്പർ വെറും പ്യൂർ മാത്സ് ആണ്, അതിൽ 120 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എഞ്ചിനീയറിംഗ് എഴുതുന്ന വിദ്യാർത്ഥികൾ കീമിന്റെ പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രിയും പേപ്പർ 2 മാത്സും എഴുതേണ്ടതാണ്. എന്നാൽ ഫാർമസി എഴുതുന്ന വിദ്യാർത്ഥികളും പാരാമെഡിക്കൽ BSc നഴ്സിംഗ് എഴുതുന്ന വിദ്യാർത്ഥികൾ ഏതെഴുതിയാൽ മതി? ആദ്യത്തെ പേപ്പർ 1 ഫിസിക്സ് കെമിസ്ട്രി മാത്രം എഴുതിയാൽ മതി എന്നുള്ള കാര്യം ഓർക്കുക. ഇതുകൂടാതെ വേറൊരു എക്സാം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ് IIT JEE. IIT JEE എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് IIT-കൾ. കാൺപൂർ IIT, ജയ്പൂർ IIT, ഡൽഹി IIT എന്ന് പറഞ്ഞ് കേട്ടില്ലേ? ഈ IIT-കളിലും അതുപോലെ തന്നെ നമ്മൾ ISROയുടെ ISROയുടെ ഒരു സ്പേസ് എഞ്ചിനീയറിംഗ് ആണ് ഒരു സെന്റർ ഉണ്ടല്ലോ നിങ്ങൾക്ക്, IIST സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ IIST-യിലേക്ക് അഡ്മിഷന് വേണ്ടി നിങ്ങൾ എഴുതേണ്ട ഒരു എൻട്രൻസ് ആണ് IIT JEE എന്ന് പറയുന്നത്. അതിനകത്ത് 2 പരീക്ഷ, അത് ആൾ ഇന്ത്യ ലെവലിലാണ്. 2 എക്സാം ഉണ്ട്. ആദ്യത്തെ എക്സാമിനെ വിളിക്കുന്ന പേര്
മെയിൻ എന്നും രണ്ടാമത്തെ എക്സാമിന് അഡ്വാൻസ് എന്ന് പറയും. മെയിൻ ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ IIT JEE അഡ്വാൻസ് എഴുതാൻ പറ്റൂ. ആ അഡ്വാൻസ് രണ്ടും ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഏത് കിട്ടുള്ളൂ. IIT-കളിലും IIST അതായത് ISROയുടെ IIST പോലുള്ള ഇത് കിട്ടുള്ളൂ. അത് മറക്കരുത്. ഇത് കൂടാതെ നമുക്ക് കുസാറ്റ് എന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കുസാറ്റിലേക്ക് എൻട്രൻസ് അഡ്മിഷൻ പ്രത്യേകിച്ച് ഉണ്ടായിരിക്കും. ഇത് കൂടാതെ തന്നെ നമുക്ക് വേറെ പല NDA നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ NDA എക്സാം എഞ്ചിനീയറിംഗ് എൻട്രൻസ് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. എൻട്രൻസിന്റെ എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്ന നെടുമങ്ങാട് ഏക സ്ഥാപനമാണ് ടാലന്റ് എന്നുള്ള കാര്യം നമ്മുടെ ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോൾ MBBS മറ്റുള്ള കോഴ്സുകൾ ടാലന്റ് വഴി നേടിയ കാര്യം നിങ്ങളെ പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു. നമ്മുടെ കഴിവ് നമ്മുടെ വെബ്സൈറ്റ് കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞു, നിങ്ങളുടെ റിസൾട്ട് ഉടനടി വരും, അടുത്ത മാസം വരികയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ +1 അഡ്മിഷൻ നേടണം. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് +1 അഡ്മിഷൻ നേടുന്നതിന് വേണ്ടി നിങ്ങൾ 10ാം ക്ലാസിന്റെ റിസൾട്ട് വന്നാൽ പിറ്റേ ദിവസം തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ സെക്കൻഡറി സ്റ്റഡിക്ക് DHSC അതിന്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഒരു അക്ഷയ സെന്റർ മുഖേന നിങ്ങൾ +1 ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. 10+ ഉള്ള കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടും. അതിന് 9+ കൂടുതൽ കിട്ടും. അപ്പൊ ഏത് ബ്രാഞ്ചാണോ, പിന്നെ ജാതി മത കാര്യങ്ങളും കൂടെ ഉണ്ട്, SC ST OBC മറ്റുള്ള കാര്യങ്ങളുണ്ടായി. അതൊക്കെ നോക്കി സ്പോർട്സ് അലവൻസ് പഞ്ചായത്തിന്റെ റേറ്റ് ഒക്കെ വെച്ചാണ് കിട്ടുന്നത്. പഞ്ചായത്ത് നേറ്റിവിറ്റി എല്ലാം നോക്കി നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരും. അതനുസരിച്ചാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ കഴിവതും കോവിഡ് കാലമായതിനാൽ വീടിനടുത്തുള്ള സ്കൂളിൽ തന്നെ പരമാവധി സെലക്ട് ചെയ്യാൻ പറയും. അതിൽ ട്രിവാൻഡ്രത്തേക്ക് ആ സ്കൂൾ കൊള്ളാം, ഈ സ്കൂൾ കൊള്ളാം, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഏത് സ്കൂളായിരുന്നാലും നിങ്ങൾ പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടൂ. സ്കൂളിന്റെ വില നോക്കിയിട്ട് കാര്യമില്ല. ഏത് സ്കൂളായിരുന്നാലും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ സ്കോർ നേടാൻ പറ്റും. അല്ലാതെ നിങ്ങൾ പോയി വരുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ മാത്രം സെലക്ട് ചെയ്യുക. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു കേട്ടുകൊണ്ട് തിരുവനന്തപുരം അതല്ല ഇവിടെ അവിടെ ഇങ്ങനെ പോകൊള്ളാം എന്നുള്ള രീതിയിലേക്ക് പോകാതെ ഏറ്റവും അടുത്തുള്ള സ്കൂളുകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഈ സാഹചര്യം ആയതിനാൽ, കാരണം നിങ്ങൾ വളരെ ദൂരത്തേക്ക് പോകാൻ ഈ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ളതും വ്യാപനങ്ങൾ നിമിത്തം നമുക്ക് അസുഖങ്ങൾ വന്നു പിടിക്കുക എന്നുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും നിങ്ങൾക്ക് സംഭവിക്കലേ തൊട്ടടുത്തുള്ളതും ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളതുമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ. ഇനി നിങ്ങൾക്ക് അപ്പൊ സ്കൂൾ ഏതാണ് സെലക്ട് ചെയ്യുക. ഏത് സ്കൂളിന് അനുയോജ്യമായ ബാച്ചുകൾ ടാലന്റ് ഉണ്ട്. നമുക്ക് ദൂരെ സ്കൂളാണെങ്കിൽ ശനി ഞായർ സാറ്റർഡേ സൺഡേ ബാച്ചുകളുണ്ട് ഹയർ സെക്കൻഡറിക്ക്. അതുപോലെ തന്നെ നമ്മുടെ അല്ലാത്ത ഡേ സ്കോളേഴ്സ് ഉണ്ട്, അതുപോലെ എൻട്രൻസ് ഓറിയന്റഡ് ബാച്ചുകളുണ്ട്. അങ്ങനെ അങ്ങനെ പലതരം ബാച്ചുകളും ടാലന്റ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇത് പ്രശ്നമേ ഉദിക്കുന്നില്ല. അതുപോലെ തന്നെ ടാലന്റ് അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ ക്വാളിഫൈഡും എക്സ്പീരിയൻസ്ഡും അത്രയും തന്നെ ആയിട്ടുള്ള അധ്യാപകരാണ് ടാലന്റ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ടാലന്റിൽ പഠിച്ചാൽ തന്നെ ++ ഉറപ്പ് എന്നൊരു ബാക്കി എല്ലാ കുട്ടികൾക്കും ഉണ്ട്. നിങ്ങളുടെ റിസൾട്ടുകൾ തന്നെ അത് അനർത്ഥമാക്കുന്നതാണ്. കാരണം എല്ലാ സ്കൂളിലെയും സ്കൂൾ ഫസ്റ്റുകൾ ഏത് സ്കൂൾ എടുത്തോട്ടെ സ്കൂൾ ഫസ്റ്റ് ടാലന്റ് ആയിരിക്കും. നിങ്ങൾക്ക് നമ്മളിപ്പോ ടാലന്റ് നെടുമങ്ങാട് ബ്രാഞ്ചാണ്, നെടുമങ്ങാട് മെയിൻ ബ്രാഞ്ചായിരുന്നു. ഇപ്പൊ നമുക്ക് വിഴമലക്കൽ ബ്രാഞ്ചുകളുണ്ട്, ആനാട് ടാലന്റ് ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ പാലോടുണ്ട്, ഇപ്പൊ കന്യാകുളകരയുണ്ട്. അടുത്ത ബ്രാഞ്ചുകൾ കാട്ടാക്കട ബ്രാഞ്ച് ഓപ്പണിംഗ് ആ സമയത്താണ് ഈ കോവിഡ് ആയിരിക്കുന്നത്. അപ്പോൾ മറ്റു ബ്രാഞ്ചുകളിലെ വിദ്യാർത്ഥികളും ഏറ്റവും ++ നല്ല ഏറ്റവും ഹൈ ബ്രില്യൻ സ്റ്റുഡന്റും പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ടാലന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാബിന് വേണ്ടി എങ്ങും പോകണ്ട, അതുപോലെ തന്നെ എൻട്രൻസിന് വേണ്ടി എങ്ങും പോകണ്ട. അത് നമ്മുടെ അധ്യാപകർ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഡെവലപ്പാക്കി എടുക്കുന്നു. ഇപ്പോൾ തന്നെ ഈ കോവിഡ് കാലം എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ +1 ഇപ്പൊ കഴിഞ്ഞ അടുത്ത +1 നിന്ന് +2 കുട്ടികൾ സ്കൂളിലേക്ക് പോയിട്ടില്ല. സ്ഥാപനത്തിൽ ഇരുന്ന് മാത്രമേ അവർ +1 ക്ലാസ്സിൽ നേരിട്ട് പഠിച്ചിട്ടുള്ളൂ. അവർക്ക് ഇപ്പോൾ എക്സാം ഫോക്കസ് പോയിന്റ് വന്നിട്ടുണ്ട്. അവർക്ക് പരീക്ഷ എന്നുള്ള ഓഗസ്റ്റിലാണ്. അവർ വളരെ ഭംഗിയായിട്ട് പരീക്ഷ എഴുതും എന്നുള്ളതാണ്. കാരണം അവർക്ക് അത്രയും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്തത്. ഇപ്പൊ ഓൺലൈൻ വഴിയും എക്സാം ഫോക്കസ് പോയിന്റ് ക്ലാസ്സിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാബ് അവർക്ക് ഏതൊരു സ്കൂളിൽ പോകാത്ത ഏതൊരു ടെൻഷനും നമ്മളെ കുട്ടികൾക്ക് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് ഇനി നമ്മൾ പ്രധാനമായി പറയുന്നത് എല്ലാ വിദ്യാർത്ഥികളും ദിവസവും 6 മണിക്കൂർ പഠിക്കണമെന്നാണ്. ടെക്സ്റ്റുകൾ ഇതിപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പം ലോക്ക്ഡൌൺ കഴിഞ്ഞ ഉടൻ തന്നെ ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബുക്കുകളും ടെക്സ്റ്റുകൾ വാങ്ങിക്കൊടുക്കണമെന്ന് നമ്മൾ ടാലന്റിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. ടാലന്റിന്റെ ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റും ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. നമുക്ക് സ്കൂളിന്റെ തുറക്കുന്നു എന്നുള്ളതിനെ കാത്തിരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ടാലന്റോടെ സഹകരിക്കണം. എല്ലാ വിദ്യാർത്ഥികളും ടാലന്റ് പറയുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഫുൾ സ്കോർ പൂർണ്ണമായി ഉറപ്പ് നേടാം.
അതുപോലെ തന്നെ എൻട്രൻസിന്റെ വർക്ക് ബുക്കുകൾ കളക്ട് ചെയ്യുക, എൻട്രൻസിനും കൂടെ ചേരുക, അതിന്റെ വർക്ക് ബുക്ക് കൂടെ കളക്ട് ചെയ്യണമെന്ന് എല്ലാ വിദ്യാർത്ഥികളോടും പറയുകയാണ്. മിനിമം 6 മണിക്കൂർ പഠിക്കുക. മറ്റു മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും മറ്റ് TV അതുപോലെയുള്ള ഇങ്ങനെയുള്ളതിൽ നിന്നും നിങ്ങൾ വ്യക്തമായി ഒരു ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് സ്ഥാപനവുമായി സഹകരിച്ച് നമുക്ക് ഫുൾ A+ നേടാം. എല്ലാ വിദ്യാർത്ഥികൾക്കും ടാലന്റിലേക്ക് ഞാൻ ഒരിക്കലും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ഫുൾ A+ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സിലൂടെ എത്തപ്പെടുന്നതായിരിക്കും.